വലിയ വീട്, പുത്തൻ കാറ്. എന്റെ മോന്റെ കല്യാണമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, പുതിയ കാറും പുതിയ വീടും ഒക്കെ വേണമെന്ന്. ഒന്നും നോക്കില്ല, അവരുടെ തന്നെ പൈസ മേടിച്ചെല്ലാം അങ്ങ് സെറ്റപ്പ് ചെയ്ത്. പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണങ്ങ് കൊമ്പത്തെ വീട്ടിലെ. സത്യം പറഞ്ഞ അമ്പിളിയമ്മാവും പോലും ഒരു പടി താഴെ നിൽക്കൂ. എന്നുവെച്ചാൽ ഭൂമിയിലോട്ട് കാല് തോണാത്ത പെണ്ണ്. ആ പെണ്ണിന് കാറ് തന്നെ വേണം. ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ എന്ന്. 2-3 ആൾക്കാരും കൂടെ പുതിയ കാറ് മേടിച്ച് അറിയാനുണ്ട്. പ്ലീസ്. ഹലോ ജലജാമണി, എന്തെടുക്കും അടി? മോന്റെ കല്യാണമൊക്കെ അറിഞ്ഞല്ലോ അല്ലയോ? എടി ഞങ്ങള് പുതിയൊരു കാറ് മേടിച്ചു കേട്ടോ. എന്താ ഇത്ര നീട്ടോന്നോ? ഇച്ചിരി വലിയ കാറ്, അതുകൊണ്ടാ. അയ്യോ ഞാൻ പൊങ്ങച്ചൻ പറയും, നിനക്കറിയാലോ എന്റെ സ്വഭാവം, ഞാൻ പൊങ്ങച്ചൻ പറയത്തേ ഇല്ല. ഈ നാട്ടിൽ ഇതുപോലൊരു കാറില്ലടി. യോ ഇതിനകത്തോട്ട് കയറി ഇരുന്നിട്ട് അതിനകത്തൊരു ബട്ടൺ ഞെക്കും മോനെ, അന്നേരം എന്തോ തണുപ്പാന്നറിയോ. AC അതിന്റെ പേര്. അതെ. പിന്നെ പണ്ടത്തെ കാറ് പോലെ നമ്മൾ ഈ ഗ്ലാസ് ഇങ്ങനെ കറക്കി അല്ല താഴ്ത്തുന്നത്. അതും ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഒറ്റ വലിക്ക് നാരങ്ങ വെള്ളം സ്ലോ വെച്ച് കുടിക്കുന്ന പോലെ അങ്ങ് താന്നങ്ങ് പോകും. പിന്നെ കല്യാണത്തിന് പറഞ്ഞേ, ഒരാഴ്ച മുന്നേ തന്നെ കല്യാണത്തിന് വന്നേക്കണം. പിന്നെ പിള്ളേരോട് പ്രത്യേകം പറയണം, കാറിന്റെ ചുറ്റും കിടന്ന് ഓടരുത്. ഞങ്ങൾ വഴക്ക് പറയുന്ന പറഞ്ഞേക്കണം. ശരി, ആയിക്കോട്ടെ. അവിടെ മനസ്സമാധാനങ്ങൾ എന്തൊരാശ്വാസം. എന്റെ ദൈവമേ, ഇന്ന് എന്റെ കുഞ്ഞിന്റെ കല്യാണം മുടങ്ങും. എന്റെ കുഞ്ഞിന്റെ കല്യാണം ഇങ്ങനെ മുടക്കുന്നോണ്ട് നാരായണമൊഴിയിലെ വിശംഭ്രംഭം വരുന്നു. ഞാൻ എന്തോ ഇനി വരും, ഒരാഴ്ച ഉണ്ടല്ലോ സമയം. അന്തരീക്ഷം ജ്യൂസ് കുടിക്കുവാണോ? അന്തരീക്ഷത്തിൽ ജ്യൂസ് കുടിച്ചല്ല, സങ്കടം കൊണ്ട് കരഞ്ഞ ഞാൻ. എന്തോ ഈ കുടുംബത്തെ ഒരേ ഒരു കാരണം തന്നെയല്ലേ ഞാൻ. എന്നോട് നീ കല്യാണം പറഞ്ഞില്ലല്ലോടി. അതെന്തൊരു പറച്ചില്ല അമ്മാവ. ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചപ്പോ അമ്മാവൻ പറമ്പിൽ ജോലി ചെയ്യുമായിരുന്നു. അമ്മാവാ ഞാൻ വന്നിട്ടുണ്ടേ, രമ വന്നിട്ടുണ്ടേ, കല്യാണം വിളിക്കാൻ വന്നാന്നേന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഒരു കണക്കിന് കേൾക്കത്തില്ല. അതുപോലെ അമ്മായി പറഞ്ഞായിരുന്നു അമ്മാവന് ഇച്ചിരി കേൾവിയുടെ പ്രശ്നം ഉണ്ടെന്ന്. അവള് പറഞ്ഞു എനിക്ക് കേൾക്കത്തില്ലെന്ന്. അങ്ങ് ദൂരെ ഭാരതപ്പുഴയിലെ തുണി അലക്കുന്ന ശബ്ദം കേട്ടാ ഞാൻ പറയാം രമണിയാണോ തങ്കമണിയാണോ. രണ്ടുപേരും അലക്കിന്റെ ടോണ് ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെ എന്റെ ചെവി കേൾക്കത്തില്ലെന്ന് പറഞ്ഞ അവളെ ഞാൻ തല്ലിയാ കൊല്ലിക്കാനോ. ഇനിയിപ്പം അമ്മാവനെ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ എന്താ, അമ്മാവൻ എപ്പോ വേണേലും ഇങ്ങോട്ട് വരാലോ. പിന്നെ എന്തുകൊണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കല്യാണമൊക്കെ ആയിട്ട് എല്ലാം ഒരുക്കങ്ങളെല്ലാം എന്റെ പൊന്നമ്മാവ, ഇത് ഞങ്ങളുടെ പുതിയ കാറാ. ഇത് നിങ്ങളുടെ പുതിയ കാറാണോ? പക്ഷേ ഇതല്ല കാറ്. പിന്നെ എന്റെ മോൻ ഗോപാലൻ മാറ്റാ കാറ്. അതിന്റെ ഫ്രണ്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ തന്നെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ കാണുന്നത്. നല്ല കാറാ. ചേട്ടനും പറഞ്ഞായിരുന്നു നല്ല കാറാണ്. പുരുഷോത്തമനും ചെറുക്കൻ എവിടെ പോയടി? അവര് കൊട്ടാരക്കര കല്യാണം വിളിക്കാൻ പോയത്. അല്ലെ കൊട്ടാരക്കര ആരെയാ കല്യാണം വിളിക്കാൻ പോയത്? യോ മറന്നോ, നമ്മുടെ ഇന്ദിരാപ്പച്ചി. ഇന്ദിര കൊട്ടാരക്കര എവിടെ? നമ്മുടെ ആ KSRT സ്റ്റാൻഡ് ഇപ്പറ ഒരു ഹോട്ടലില്ലയോ, അതിന്റെ പുറകില്. പൂച്ചയാന്ന് അവള്. അല്ല അവരുടെ ഹോട്ടലില്ലയോ, ഹോട്ടൽ ഇന്ദിരാ ഭവൻ. ശരിയാ. എന്റെ കെട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഇന്ദിര കൊട്ടാരക്കര താമസിക്കുന്നത്. അങ്ങോട്ടൊക്കെ പോണമെന്നൊക്കെ പറയും, സമയമില്ലല്ലോ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്നൊരു ശീലമുണ്ട്. തിരുവനന്തപുരത്ത് എന്തുവാ? തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലില്ലേ മൂത്ത മോന്റെ കൊച്ചുമോൻ വർക്ക് ചെയ്യുന്നത്. അവനവിടെ എന്തോ ജോലി? അവനവിടെ ഹിപ്പോപ്പൊട്ടാമസിന്റെ പല്ല് തേച്ച് കൊടുക്കുകയായിരുന്നു. അതാണോ? അപ്പൊ അവളെന്നോട് പറയും കൊട്ടാരക്കര വഴി പോകുമ്പോ ഇന്ദിരാപ്പച്ചിട്ട് അവിടെ ഇറങ്ങണം എന്നൊക്കെ പറയും, ബന്ധം പുറക്കാൻ വേണ്ടി. എനിക്ക് സമയമില്ലല്ലോ. ഞാനിങ്ങനെ അടൂര് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇങ്ങനെ ബസ്സിനകത്ത് തലയിട്ട് ചെന്ന് നോക്കും. അവള് കൊട്ടാരക്കര കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ ഇങ്ങനെ തലയിട്ട് കൊട്ടാരക്കരയ്ക്ക് ഇപ്പറപ്പിച്ച്. കണ്ടില്ല, ഒരു പോസ്റ്റേ ചെന്ന് തലയെ കാണിച്ചു. പിന്നെ ആൾക്കാരെല്ലാം എന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോ എന്റെ തല MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോ എന്തോ കാണുന്നെന്നറിയാവോ? എന്തോ കാണുന്നേ? മുള്ളുവേലിക്കമ്പി ഇട്ട് കൊടുക്കും, പൈറസിന് ഫ്രീ ചികിത്സ, പാറമട പൊട്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞൊരു ബോർഡ്. അതെന്തോ അങ്ങനെ? അത് തലക്കാത്തിരിക്കുവായിരുന്നു പോസ്റ്റർ ഒട്ടിച്ച ബോർഡ്. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അമ്മാവ. ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഒറ്റയടിക്കെന്റെ ബോധം പോവല്ലായിരുന്നു സംഭവം. അമ്മാവ, ഈ KSRTC ബസ്സിലായാലും പ്രൈവറ്റ് ബസ്സിലായാലും എഴുതി വെച്ചിട്ടുണ്ട് കയ്യും തലയും ഒന്നും പുറത്തിടരുതെന്ന്. ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാൻ ഈ സ്ത്രീയുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കില്ലെന്നുള്ള ഭാഗം മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. എന്നിട്ട് ഞാൻ അതേ കയറിയിരിക്കും. അത് നിയമത്തിനെതിരെ, അത് ശിക്ഷാർഹമാണ്. ശിക്ഷാർഹമാണ്. ഞാനൊരു ട്രിക്ക് ചെയ്യും. ഒരു നാണയം എടുത്താൽ ചിരണ്ടി കളയും. എന്റെ ശീലം. എന്തോ വേഷോ അമ്മാവ. ഞങ്ങളെ പണ്ടത്തെ പോലാണോ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് അന്തസ്സുണ്ട്, ആഭിജാത്യമുണ്ട്, കുറച്ച് അഹങ്കാരവും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളോട് പോലും ഞങ്ങൾ ഇപ്പൊ പടമായത് പിന്നെ മിണ്ടാറില്ല. ആ സമയത്ത് ഈ കൂറ വേഷമൊക്കെ ഇട്ട് നോട്ടി ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വേഷം ഒന്നും ഇടരുത്. വല്ല പാൻറ് മേടിച്ചിട്. പാൻറ്റോ? ഞാൻ പാൻറ് എടുത്തില്ല. എനിക്ക് പാൻറ് എടുത്ത് ശീലമില്ല. കള്ളം പറയുന്ന പ്രായത്തിൽ മൂത്താന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ.
കഴിഞ്ഞ മാസം മിനിയുടെ കൊച്ചിന്റെ കല്യാണത്തിൽ വന്നപ്പോ അമ്മ പാട്ടിട്ടേക്കുന്നത് ഞാൻ കണ്ടാന്നല്ലോ. ഞാൻ പാടിയിട്ടതല്ല, പിള്ളേരല്ലാതെ കൂടി നിർബന്ധിച്ച് എന്നെ ഇടിപ്പിച്ചാന്ന്. അതുപോലെ ഒരെണ്ണം വലിച്ചിട്ട് ഇട്. എന്നെ കണ്ട് നീ ടെറസിന്റെ പുറത്തുനിന്ന് താഴെ ചാടാൻ. അതെന്തുവാ? ഈ പിള്ളേരാണ് പറഞ്ഞ അച്ഛൻ വരുവാണെങ്കിൽ പാൻറ് ഇട്ടോണ്ടേ കല്യാണത്തിന് വില എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ പാൻറ് ഇടാൻ നിർബന്ധിക്കല്ലേ. അങ്ങനെ ഞാൻ ടെറസിന്റെ മേളിൽ കയറി ചാടി ചാവൂന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ടെറസിന്റെ മേളിൽ കയറി താഴോട്ട് ചാടിയപ്പോ പിള്ളേർ എന്നെ പാൻറിനകത്ത് കോരി എടുക്കുമായിരുന്നു. അങ്ങനെ ആ പാൻറിനകത്ത് കയറിയിരുന്നത്. ഈ കാറൊക്കെ ഇട്ടിട്ടാ ഇതൊക്കെ ഇറന്ന് ഓടിക്കണ്ടേ കൊച്ചേ? അയ്യോ, ഈ കാർ ഓടിക്കത്തില്ല. ഈ കാർ കല്യാണത്തിന്റെ അന്ന് ചെറുക്കന് പോകാൻ വേണ്ടിട്ടാ ഫ്രണ്ടിൽ ഇങ്ങനെ ബോണറ്റെ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊണ്ടുപോകും ഞങ്ങള്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴേ ഫ്രണ്ട് സീറ്റ് ഞാനിരിക്കും. എന്തിനാ? അവിടെ ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ കാലെടുത്ത് വെളിയിൽ വെക്കും. എന്നിട്ട് അവിടുന്ന് വേണം ക്യാമറ ഷൂട്ട് തുടങ്ങാൻ. ഓ, പടത്തിലൊക്കെ കാണാൻ ആഗ്രഹമില്ലയോ? നമ്മളൊക്കെ ആര് വിളിക്കാനോ സിനിമയ്ക്കകത്തൊക്കെ. സിനിമയ്ക്കകത്തല്ല, ഭിത്തിയിലെ പടത്തിനകത്ത്. 1 ലക്ഷം രൂപയോളം പൈസ കൊടുത്ത് വീഡിയോക്കാരെ വെച്ചേക്കോ. ഈ ഉണക്കക്കാലുമായിട്ട് അങ്ങോട്ട് തന്നെ അടിച്ച് ആ ഭിത്തി കയറ്റുമെന്നാ പറഞ്ഞത്. വന്ന സ്ഥിതിക്ക് അമ്മാവൻ കുറച്ച് റെസ്റ്റ് ചെയ്യേ. താഴത്തെ നിലയിലെ ആ വലത്തെ അറ്റത്തെ റൂം എടുത്തു. അതാകുമ്പോ നല്ല വെട്ടവും വെളിച്ചൊക്കെ കയറി. അത് ജനല് തുറന്നു തൊട്ടപ്പുറത്ത് മതിലില്ലയോ, അത് അട്ട പോത്തെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അതിനെ അങ്ങനെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ അതിശിച്ചു പോകും. നമ്മൾ 2 കാലം കൊണ്ട് നടക്കുമ്പോൾ തട്ടി വീഴത്തില്ലല്ലോ. ഈ പുല്ല് ഇത്രയും കാലം കൊണ്ട് പോകുമ്പോ തട്ടി വീഴത്തില്ല ഈ അട്ട. അല്ലേ പറഞ്ഞ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ഈ ചെറുക്കനാ. വന്നാട്ടെ നിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വന്നാട്ടെ. എടാ, എത്ര ദിവസം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുക? എത്ര ദിവസം കൊണ്ട് ഈ മിറ്റമൊക്കെ കിടക്കുന്ന കണ്ടോ? ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടായോടാ ഇതൊക്കെ. ഞാൻ ഇനി വന്നില്ല. ഇങ്ങോട്ട് കൈകൊറിയാനാ പറഞ്ഞേ. നീ എന്നെ പറയാതെ ഈ മിറ്റം കിടക്കുന്ന കണ്ടോ? കല്യാണത്തിന് തികച്ചിനി ഒരാഴ്ചയുള്ളൂ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. മിറ്റത്തോട്ട് ഇറങ്ങാൻ വയ്യ. വൃത്തികേട് കമ്മ്യൂണിസ്റ്റ് വച്ച വരച്ച് തോരം വെച്ച് തിന്നോണ്ടിരുന്ന ആളാ. എന്തുവാ? അല്ല, ചൊറുതനൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ചൊറിയുമെന്ന് പറഞ്ഞതാ. അതാ എല്ലാം വൃത്തിയാക്കണം. കല്യാണത്തിന് ആൾക്കാർ വരുമ്പോ ഇവിടെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഒരു കാര്യം നീയേ പുറകെ അങ്ങ് ചെത്തിക്കോ. പുറകേന്ന് ചെത്തിയാ ഭിത്തിയെ തറച്ചു വെച്ചേക്കുന്നത് ദാരിശില്പം പോലെ പരന്നിരിക്കും ചേച്ചി. എന്റെ പുറകേന്ന് ചെത്താനാണോ പറഞ്ഞത്? എടാ, വീടിന്റെ പുറകേന്നേ അങ്ങ് ചെത്തണം. ഒന്നും പേടിക്കണ്ട, എല്ലാം ഒറ്റ മണിക്കൂർ കൊണ്ട് റെഡിയാക്കാം. അല്ലടാ ദാസാ, നീ കൂലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തോ പറയാനാ ചേച്ചി, നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരല്ലേ. അല്ല, നമ്മളെ അപ്പുറം അയൽവാസികളല്ലേ. നമ്മള് അങ്ങനെ പറയാൻ പറ്റുമോ? ചേച്ചി എന്തോ തന്നാലും ഞാൻ സ്വീകരിക്കും. ആണോ? പണി കഴിഞ്ഞ് പോകുമ്പോ ഒരു ബൊക്ക അങ്ങ് സ്വീകരിക്കാവോ? എന്നിട്ട് ഞാനിവിടെ ഒരു പ്രസംഗം നടത്താം, മതിയോ? 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്ക് കയ്യിലോട്ട് വെക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ, ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരികത്തന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 അത് 3 ഉപയോഗിച്ച് പറിക്കുന്നതിന്. അവൻ പിടിച്ചോ വേലത്ത് നിന്ന് കരിഞ്ഞു തുടങ്ങി പണിയെടുത്ത 1500 രൂപ ചോദിച്ചാൽ തരാനില്ല. ബ്യൂട്ടി പാർലറിൽ കേറി ഇറങ്ങി നടക്കുന്ന ആളെന്ന് കണ്ടാലേ. എന്തായി കിടക്കുന്നേ? കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കും. അപ്പൊ നിനക്കറിയാം കാശുള്ളവരുടെ മുറ്റത്ത് അങ്ങനെ പലതും കിടക്കുമെന്ന്. കാശുള്ളോണ്ടാണ് കഴിഞ്ഞ ദിവസം കെട്ടിയാനെ പിടിച്ച് മുറ്റത്ത് കിടത്തിയത്. അയ്യോ, അത് ചൂടായ കാരണം കെട്ടിയത്. ഇത്രയും വലിയ വീട് വെച്ചിട്ട് AC ഒന്നും ഇല്ല, ചൂടാന്നു അതിനകത്ത്. അതുകൊണ്ടല്ലെന്ന് എന്നെ കയറി ചൊറിയാൻ വന്ന് ഞാൻ ചൂടായി എടുത്ത് വെളി കളഞ്ഞു. എനിക്കൊന്ന് വണ്ടി പഠിക്കണം. ഈ കല്യാണത്തിനൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി പഠിക്കാതിരിക്കുവാന്നോ? ഒന്ന് ഓടിച്ച് പഠിക്കാൻ ഇരിക്കുവാ ഞാന്. എന്തോ നോക്കുന്നേ? എന്തായാലും ഇടിച്ചു കളിക്കാൻ വെച്ചേക്കുമല്ലോ, നല്ലോണം കണ്ടേക്കാം. പണിയേടാ ഇപ്പൊ റെഡിയാക്കി തരാം ചേച്ചി, 1 മണിക്കൂറത്തെ കാര്യമുള്ളേ. അയ്യോ, നടുവേ മുറിഞ്ഞു. ഞാൻ വെറുതെ കാരനാന്നോടി. എന്താ നീ എന്താ വേലടി കാണിച്ചു വെച്ചേക്കുന്നത്? ഞാൻ ആ ബാത്റൂമിലോട്ട് കയറിയിട്ട് മൂത്രം അടിച്ച് തരം കഴിയുമ്പോ അവിടെ ബില്ലടിച്ച് വെച്ചേക്കുന്നു. അയ്യോ, അത് ടിഷ്യൂ പേപ്പറാ, ബില്ലല്ലത്. ദാസോ കേട്ടോ, അറിയോ എന്നെ? അകത്തിരുന്ന് ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദാസാന്ന്. അങ്ങനെ ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ ഞാനെന്തോ യേശുദാസോ? മ്യൂസിക്കൽ കോമഡി. പിന്നെ വിശേഷങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്താടാ? ശേഷമൊക്കെ എന്തുവാ ഇങ്ങനെ നല്ലപോലെ പോകുന്നു? കാര്യങ്ങളൊക്കെ നല്ലപോലെ പോകുന്നു. പണി ചെയ്യാൻ വന്ന ചെറുക്കൻ താടിക്ക് കുത്തിക്കൊണ്ട് നിൽക്കുന്നു. എന്റെ പൊന്നമ്മ ഇങ്ങോട്ട് വന്നേ. ഒന്നാതെ അവൻ പണി ചെയ്യത്തില്ല. ഒരു ചെത്തി എത്തും 20 കുറ്റി വീഡിയോ അവൻ തീർക്കും എന്ന് കാര്യം പറഞ്ഞോണ്ട് നിൽക്കരുത്. അവൻ ചെയ്യുന്ന കാറിനടുത്തൊന്നും പോട്ടെ, അവിടെ അത് വൃത്തിയാക്കാം. അതുകൊണ്ട് അവനോട് വർത്താനം പറഞ്ഞിരിക്കാതെ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. ക്ലിയർ ആയിട്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം. എന്തുവാ പറഞ്ഞേ? അവള് പറയവാ, നീ പണിയൊന്നും ചെയ്യത്തില്ല, നോക്കി കണ്ട് ചെയ്യിപ്പിക്കണമെന്ന്. ചുമ്മാ പറയുവാ, ഞാൻ നന്നായിട്ട് പണി ചെയ്യും. ഇതെന്താ കറുത്തിരിക്കുന്നത്? ഈ തൂമ്പാൽ ഇങ്ങനെ കുത്തി ഈ പണിയൊന്നും ചെയ്യണ്ട, നമുക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞൊക്കെ ഇവിടെ നിൽക്കാം. അല്ല, എത്ര ആളായി കണ്ടിട്ട്? എത്ര ആളായി നമ്മൾ കണ്ടിട്ട്? നാരായണമൂഴി നെപ്പാത്തി. നാരായണമൂഴി ചപ്പാത്തിയോ? ചപ്പാത്തി അല്ലേ? നാരായണമൂഴി നെപ്പോ എത്തി. നാരായണമൂഴിന്ന് വെളുപ്പിന് 6 മണിക്ക് ഒരു പേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പേസ്റ്റ് ചവിട്ടി തെന്നിഞ്ഞ് പോരുമായിരുന്നു. പേസ്റ്റ് അല്ല, പാസ്റ്റ്. അതിൽ വന്നിട്ട് KSRTC വാട്ടർ മെട്രോയിൽ ഇറങ്ങി. നമ്മുടെ
KSRTC വാട്ടർ മെട്രോ ഇല്ലല്ലോ. അവിടെ മൊത്തം വെള്ളം കെട്ടി കിടക്കൂല്ലയോ? എന്റെ പൊന്നുവാച്ചാ മഴ പെയ്ത് വെള്ളം തളം കെട്ടി കിടക്കുന്നു. മഴ പെയ്ത് വെള്ളം കിടക്കുന്നോ? ആ. ഞാൻ എത്ര നേരം വരാൻ തരുന്നടാ. ജപ്പാന്റെ ആഡംബര കപ്പൽ വരും കണ്ടിട്ട് വരാൻ വേണ്ടി. അത് കൊള്ളാം. അവിടെ മഴയൊക്കെ ഉണ്ടോ? അരണമൂഴി മഴയില്ല, അത് മൊത്തം ഗ്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന. ആണോ? കേരളം മൊത്തം മഴയില്ലടാ. ഓ, ഇന്നലെ 5 സെന്റിമീറ്റർ മഴ പെയ്തു ഇവിടെ. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ വീട് ചോരുമല്ലോ. ആ. ഞാൻ ഉടുപ്പിടാതെ മലന്ന് കിടക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പൊക്കിളിനകത്ത് വെള്ളം ഓളം നോക്കിയതാ. മഴമാവിനെയും പറ്റും നടക്കുന്നത്. നിന്റെ അച്ഛനെ പണ്ടെന്റെ പറമ്പിലൊക്കെ വരുമായിരുന്നു. ഞങ്ങളുടെ അച്ഛനെന്തോ കൊക്കായിരുന്നു. അതല്ലെന്ന്, ഞങ്ങളുടെ പറമ്പിലൊക്കെ തേങ്ങ ഇടാൻ വരുമൊക്കെ ചെയ്യുമായിരുന്നു. ആ, അച്ഛൻ ഇപ്പോഴും തേങ്ങ ഇടില്ല. ഉണ്ടോ? ഇപ്പൊ എവിടെ അവൻ തേങ്ങ ഇടുന്നവനെ? കൊല്ലത്ത് പോയേക്കുവാ. കൊല്ലത്ത് എന്തിന്? 5 തെങ്ങി തേങ്ങ ഇടാൻ. അവിടെ ഒരു 19 ഏക്കർ തെങ്ങും തോപ്പുണ്ട്. ആ. അവിടെ തേങ്ങ ഇടാൻ പോയതാ അച്ഛൻ. പോയിട്ട് വന്നോ ഇതുവരെയായിട്ടും? ഇല്ലല്ല, 3-4 മാസമായി. 3-4 മാസം കുറച്ച് തേങ്ങ കയറുന്നില്ല. ആണെന്ന് ഈ അച്ഛനെ ആ. ഈ ആരോഗ്യം നോക്കുന്ന കൂട്ടറല്ലേ, ഈ മുട്ട കുടിക്കും. പച്ചമുട്ട കുടിക്കും. ആ, ആ. ഈ തെങ്ങ കയറി ചെന്നപ്പോ അതിനകത്ത് കാക്കമുട്ട ഇരിക്കുന്നു, പൊട്ടിച്ചു കുടിച്ചതാ. കാക്ക എല്ലാം കൂടെ ഞോടി കൂട്ടിനകത്ത് വെച്ചേക്കുവാ. അടുത്ത മുട്ട ഇട്ട് വിരിഞ്ഞ് കുഞ്ഞിനെ കണ്ടിട്ട് നീ പോയാൽ മതി എന്നും പറഞ്ഞിരിക്കും. നിങ്ങൾ കണ്ടുപിടിച്ചത് ഞങ്ങൾ 5 തെങ്ങി ചെന്ന് ഡ്രോൺ പറപ്പിച്ചു. ഓക്കെ, അപ്പൊ അടവി കുട്ടവഞ്ചിയിൽ ഇരിക്കുന്ന പോലെ അച്ഛൻ കാക്കക്കൂട്ടിനകത്ത് ഇങ്ങനെ. അപ്പൊ ആഹാരമൊക്കെ എങ്ങനെയാ? കാക്ക 4 നേരം വായിക്കാത്ത കൊണ്ട് വെച്ച് കൊടുക്കുമല്ലോ. അല്ല, അപ്പൊ നിങ്ങൾ വിളിച്ചില്ലയോ വരാൻ? വരുന്നില്ലെന്ന്. എന്താ നേരനങ്ങാതെ തിന്നോണ്ട് അവിടെ ഇരുന്നോളാം. കണ്ടടാ വലിയ വീടൊക്കെ വെച്ചേക്കണം. എങ്ങനെ ഉണ്ടായതാ? പക്ഷെ ഇവരുടെ രമചേച്ചിയുടെ വളർച്ച ഭയങ്കര അത്ഭുതമാണ്. അവർക്ക് ഹോർമോൺ വ്യതിയാനം കാണുന്നതാ. അവരുടെ ശരീര വളർച്ചയുടെ കാര്യമാണ് പറഞ്ഞേ. അവര് കണ്ണടച്ച് തുറന്ന സമയം കൊണ്ടല്ലയോ പൈസ ഉണ്ടായി, വീടുണ്ടായി, കിടക്കാൻ കാറൊക്കെ. എവിടെ നിന്നുണ്ടായിരുന്ന ഇവിടെ മോൻ ഒരു പെണ്ണ് കാണാൻ പോയി. അവര് ഭയങ്കര പണക്കാരാ. അപ്പൊ പെണ്ണിന് ഇവിടെ സൗകര്യമായിട്ട് ജീവിക്കണം. ഇവിടെ ചറ്റക്കുട്ടിൽ വന്ന് കിടക്കാൻ പറ്റത്തില്ല. അവര് പൈസ കൊടുത്തേ കാറും മാറ്റാ വീടൊക്കെ വെച്ചത്. എന്നിട്ട് പിന്നെ ആ ചെറുക്കൻ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കിയവന്. എടാ, ഇവൻ ഗൾഫിൽ പോയത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ? എന്റെ പെണ്ണുമ്പിള്ളയുടെ മാല ഉള്ളത് കൊണ്ടാ. ആ മാല തൂങ്ങിയാ ഗൾഫിൽ പോയി. അതല്ലെന്ന്, എന്റെ പെണ്ണുമ്പിള്ളയുടെ മാല വാങ്ങിച്ചിട്ട് ഇവള് കൊണ്ടുവന്നിട്ട് അവനെ ഗൾഫിൽ വിട്ടത്. ഇവരെ തിരിച്ചു തന്നിട്ടില്ല. പാല് കാച്ചിന് ഞാൻ വന്നപ്പോ പറഞ്ഞു മാല തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഇവള് പറയാ 2 ചിക്കൻ കാലുടെ കൂടുതൽ തിന്നു, അതാ കണക്കിലങ്ങ് ആയിക്കോളൂ എന്ന്. അങ്ങനെ കളഞ്ഞത് ആർന്ന് നോക്കണോ? ഭയങ്കര കാറായത്. നല്ല തിളക്കം. ഇങ്ങനെ വീർത്തിട്ട് മേളിൽ ഉണ്ട പോലിരിക്കുന്നത്. അത് കീറല്ല ഗീറ്. വണ്ടിയുടെ കാര്യമല്ലോ അറിയല്ലേ? വണ്ടിയുടെ കാര്യമല്ലോ എനിക്കറിയാം. വണ്ടിയെ പറ്റിയല്ലോ. ഞങ്ങളുടെ കുടുംബത്ത് വണ്ടിയുണ്ട്, 5 വണ്ടി ഉണ്ടായിരുന്നു. ആണോ? നീ ഇടയ്ക്കാണ് വീട്ടിൽ വരുന്നുണ്ടോ? ഇല്ലല്ല, ഞാൻ അപ്പൊ 7 വണ്ടിയുണ്ട്. ഇത് തുറന്നായിരുന്നു അകത്തിരുന്ന് പുത്തമ്മണം അടിക്കായിരുന്നു. താക്കോലില്ലാതെ എങ്ങനെ തുറക്കും? താക്കോലില്ലാതെ തുറക്കാനൊക്കെ എനിക്കറിയാം. ആണോ? ഈ തുമ്പാത്ത വണ്ടി കേസ് ഇതേ പിടിച്ചൊരു ഒറ്റ വലി കൊടുത്താൽ മതി. പതപ്പ് ഒരു പതപ്പടിക്ക് കിടക്കും, അതോടെ കേൾക്കത്തില്ല. പിന്നെ പതപ്പടിച്ച് പുറത്തിടാൻ കേൾക്കത്തില്ല. അത് നിർത്തി. രണ്ടിനോട് ഞാൻ അപ്പഴേ പറഞ്ഞാ നീ കാറിനെടുത്തോട്ട് വരരുതെന്ന്. എടാ, നീ പണിക്ക് വന്നാണെങ്കിൽ പണിക്ക് വരണം, അല്ലാതെ പാചകം അടിച്ചോണ്ട് നിൽക്കരുത്. അമ്മാവ വൈകുന്ന പാടം വീട്ടിൽ പോക്കണം. ഇവിടെ നാശക്കോടയിൽ ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരാഴ്ചയില്ലയോ കല്യാണത്തിന്? നിങ്ങൾ എന്തോ നീ നേരത്തെ വന്നതാ. എന്തായാലും വയ്യാതെ ഉണ്ടെങ്കിൽ ഈ കാർ എടുത്ത് ഞങ്ങൾ കൊണ്ടുപോണ്ടായോ? സമ്മതിക്കത്തില്ല, ഇന്ന് പൊക്കോണം. അമ്മായി ഞാൻ വിളിച്ചു പറയും ഇവിടെ ഭയങ്കര നാശം ഒപ്പിക്കുന്നതെന്ന്. കേട്ടോ? ഉരുക്കിന്റെ ശരീരമാണെന്ന് പറഞ്ഞോണ്ട് നടക്കുക. ഉരുക്കിന്റെ ശരീരവും കഴുത്തേരെ തൊലി കണ്ടോ? KPCയുടെ ഫ്രണ്ട് ഘട്ടം പോലെ കിടക്കും. എന്നെ കൊണ്ടിന് കൂടുതൽ ഹലോ രമയല്ലേ? അവിടെ മഴയൊന്നും ഇല്ലയോ? നിങ്ങൾക്ക് കുളിരത്തില്ലയോ മനുഷ്യ? ഇത് എന്തൊരു സൗണ്ടാ ഇത്? അല്ല, ഞാൻ മോളുടെ അച്ഛനാ. എന്റെ അച്ഛനോ? അല്ലല്ല, മരുമോളുടെ അച്ഛനാ. അയ്യോ, എന്താ പറഞ്ഞാട്ട മരുമോളുടെ അച്ഛ. ഒരുക്കങ്ങളൊക്കെ ഇതായി. ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പൊ കല്യാണ ദിവസം വരണം, പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അത്രേ ഉള്ളു കാര്യം. ഞാനൊരു AC അങ്ങ് കൊടുത്തു വിടുന്നുണ്ട്. അയ്യോ, AC തന്നത് ബാത്റൂമിലും അടുക്കളയിലും ഒക്കെ വെച്ചായിരുന്നല്ലോ. അതല്ല, എന്റെ മോളുടെ മുറിയില് ലെഫ്റ്റും റൈറ്റും 2 AC വെക്കണം. അയ്യോ, അതെന്തിനാ? എന്നിട്ട് മോളെ നടുക്കിരുത്തി അവളെ നന്നായിട്ട് തണുപ്പിച്ച് പ്ലിങ്ങിക്കണം. അല്ല, മോളെന്തിയേ? മോള് അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി. അയ്യോ, എന്താ പറ്റി? അവള് ജുവലറിയിലൊന്ന് വീണു. ജുവലറിയിലോ? 150 സ്വർണ്ണ ഇട്ടപ്പോളെ പെണ്ണങ്ങ് വളഞ്ഞു മൂക്കുകുത്തിയതേ. എന്റെ ദൈവമേ, കുഴപ്പമൊന്നും ഇല്ലേ മോൾക്കോ? അല്ല, സ്വർണത്തിന് ചളുക്കം വല്ലതും ഉണ്ടെങ്കിൽ നാട്ടുകാർ വല്ലതും പറയാം, അതുകൊണ്ടാ. ഇല്ല, സ്വർണത്തിനൊരു കുഴപ്പമില്ല. ചേച്ചി, ഇത് ചെടി നല്ലതാണോ? വെട്ടിക്കളഞ്ഞ. എന്റെ ദൈവമേ, ഗൾഫിലെ ചെറുക്കം കൊണ്ടുവന്ന എടാ, ഇത്രയും പുല്ല് അവിടെ കിടന്നിട്ട് നിനക്ക് ഈ ചെടി മാത്രം അങ്ങോട്ട് പോടാ. ആരാ വിളിച്ചത് ഇപ്പം? യോ, പെണ്ണിന്റെ അച്ഛനാ. പെണ്ണിന്റെ അച്ഛനാണോ? പിന്നെ
150 പവന് തരുന്നുണ്ടേ. അത് തരുന്ന കാര്യമൊക്കെ പറയാനായിട്ട് ഇങ്ങനെ വിളിച്ചതാ. ഒരുക്കങ്ങളൊക്കെ എന്തുവായി എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് ഈ 101 പറയുന്നത് 101 കേട്ടോ. 101 150 പവൻ തീർത്തും വരും. കൊച്ചാട പറഞ്ഞത് കാര്യമുണ്ട്. എന്തുവാ? രാമേന്ദ്ര കൊച്ചാട്ടന്റെ മോടെ കല്യാണം കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്തോ അറിയാലോ കൊച്ചാട. സദ്യ അധികം വന്നില്ലയോ? അതാണ് പറഞ്ഞത്. ഈ കൊച്ചിന്റെ സ്വർണ്ണത്തിൽ മായം ഉണ്ടായിരുന്നു. 101 പവൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അലൂമിനിയം കമ്പിക്കകത്ത് മഞ്ഞപ്പൈത്ത് അടിച്ചു വെച്ചേക്കുവായിരുന്നു. അങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 150 പവനിൽ 1 ഗ്രാം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ വിട്ടിട്ട് പോകയ്ക്കും. ഞാൻ അവള് ഉടുത്തൊരുങ്ങി ഇരിക്കുവാ ഗൾഫിൽ ചെറുക്കൻ്റെ കൂടെ പോവാന്. പിന്നെ ഞാനിത് ഇവിടെ വെറുതെ ഇരിക്കുവാന്നോ? അടുക്കളക്കകത്തിട്ട് ഞാൻ വലിക്കും. ഞാൻ അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനകം ഞാനുള്ള വസ്തുവകകളെല്ലാം എൻ്റെ ചെറുക്കൻ്റെ പേരിലോട്ട് ആക്കും. എന്നിട്ട് അവളെയും അവിടെ തന്റെയും എൻ്റെ വരെ നിർത്തണം എന്നൊക്കെ ആഗ്രഹം ഞാനത് നടത്തുകയും ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുക. ഇങ്ങോട്ട് മാറി ഇന്ന് ചെത്ര ചേർക്കാ. പറഞ്ഞാട്ടെ ഒരുപാട് അച്ഛനാണ്. അത് പിന്നെ പറയണ്ട, മനസ്സിലായി അച്ഛാ. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അതെന്തുവാ? അതെന്താന്നോ? നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാതെ അവിടെ പറഞ്ഞത് മുഴുവൻ ഞാനിവിടെ കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ കല്യാണം അങ്ങ് കട്ട് ചെയ്യുക. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല. തന്ന കാശ് എനിക്ക് 1 രൂപ പറയാ തിരിച്ചു കിട്ടണം. എല്ലാത്തിനും പോലീസ് കയറ്റും, മാനനഷ്ടത്തിന് കേസും കൊടുക്കും. ഞാൻ മാത്രല്ല ഇവിടെ അവന്മാരോട് കൂടി പറഞ്ഞേരി കേട്ടോ. എടാ ദാസ, പെണ്ണിന്റെ അച്ഛൻ വിളിച്ചു പറയുമ്പോ ഈ കല്യാണം വേണ്ട, അവർക്ക് താല്പര്യമില്ല, മര്യാദക്ക് തന്ന പൈസ എല്ലാം ഉടനടി തിരിച്ചു കൊടുക്കണമെന്നാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ കത്തി വെച്ചില്ലായിരുന്നോ? ഫോൺ കട്ടായില്ലായിരുന്നു, അയാൾ മൊത്തം കേട്ടറാ. ഞാൻ അതിന് മാത്രം എന്തെങ്കിലും പറഞ്ഞായിരുന്നു. ഇപ്പൊ എല്ലാം വട്ടമൊത്ത് പോയി ഇല്ലയോ? വട്ടമൊത്ത് പോയി. അതിനു മുമ്പ് ഓർക്കണമെന്ന് ഇതിലൊരു ബട്ടൺ ഉണ്ടായിരുന്നു, അത് ഞെക്കണമെന്ന് മനസ്സിലായോടി പുത്ത പണക്കാരി. അപ്പൊ പിന്നെ കാട് എത്തണ്ടേ നമുക്ക്? അവള് കാട് കയറി ചിന്തിക്കട്ടെ നീ. അതാണല്ലേ.